ഈ പഠനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പഠിച്ചത് നമ്മുടെ ഉള്ളിൽ എഴുതണതും പഠിപ്പിച്ചത് നമ്മുടെ ഉള്ളിൽ എഴുതുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസം. ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. പഠിച്ചത് നമ്മൾ പറയുന്നതോ എഴുതുന്നതോ, പഠിപ്പിച്ചത് പറയുന്നതോ എഴുതുന്നതോ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാം? എന്താ വ്യത്യാസം എന്നറിയാം? പഠിച്ചത് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഓർമ്മയിലും പ്രവൃത്തിയിലും നമുക്ക് വരുന്നത് പഠിപ്പിച്ചത്. അത് അവിടെ നടക്കും, അത് ഒന്നും പോകില്ല. അതിന് പ്രത്യേകത എന്ത്? പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് അറിയുന്ന അവർക്ക് അറിയാത്ത ഒരു വിഷയത്തിൽ നമ്മൾ അവരെ സഹായിച്ചാൽ അവിടെ ആരറിവ് വർദ്ധിക്കും? പഠിപ്പിച്ച ആളുടെ അറിവ് വർദ്ധിക്കും, പഠിച്ച ആളുടെ അറിവ് വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ സഹകരിച്ചപ്പോ നിങ്ങൾക്ക് അറിവ് കൂടുകയാണോ ചെയ്ത് കുറയാണോ ചെയ്തത്? കൂടുതൽ ചെയ്തത്. അതേ സഹായം ആർക്ക് കിട്ടി? അതറിയാത്ത ആൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കണോ അതോ നമ്മൾ ഒന്നിച്ച് പഠിക്കണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്താ? കേട്ടില്ല? ഒന്നിച്ച് പഠിക്കണം അല്ലെ?